ഇപ്പോൾ യൂസഫ് അലി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഉയർന്നു പോകുന്നത്. തൂക്കടെല്ലാം ഞാൻ നോക്കി പരിശോധിച്ചിട്ട് നിനക്ക് മരുന്ന് തരാം, നീ വിഷമിക്കണ്ട എന്ന് പറയുന്ന കിട്ടുന്ന ഒരു ടച്ച്, ദാറ്റ്സ് എ ഡിവൈൻ ടച്ച്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് അലൈനിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുധാകരൻ ഡോക്ടറുടെ അടുത്താണ്. നമസ്കാരം സർ. നമസ്കാരം. ഒരുപാട് വർഷമായി അങ്ങ് അലൈനിലെത്തിയിട്ട് അല്ലേ? അതെ അതെ. കലാ സാംസ്കാരിക മേഖലയിലൊക്കെ നിറ സാന്നിധ്യം. ഒരു എനിക്ക് തോന്നുന്നു 50 വർഷത്തിൽ ഇവിടെ 43 വർഷമായി. 43 വർഷത്തിലേറെ ഈ നമ്മുടെ അലൈനിൽ സാന്നിധ്യം. എങ്ങനെയാണ് അലൈനിൽ ആദ്യമായി വന്നത്? ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ വളരെയധികം സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടാണ് ഈ രാജ്യത്തേക്ക് വരുന്നത്. ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ രാജ്യത്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഡെസേർട്ട്, റോഡുകളൊന്നും ശരിയായിട്ടുള്ളതില്ല, വീടുകളൊന്നുമില്ല. പിന്നെ ഈ ഞാൻ വർക്ക് ചെയ്യുന്ന എന്നെ കാണിച്ചു തന്നത് ഒരു ചെറിയ ഒരു വീട് പോലെയാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു വലിയ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്കായിരിക്കും ഞാനിവിടെ വരുന്നതെന്നാണ്. അവൻ നോക്കുമ്പോൾ ഒരു ചെറിയ കെട്ടിടം കാണിച്ചു വെച്ച് എന്നെ കൊണ്ടുവന്ന ഡോക്ടർ പറഞ്ഞു, ഇതാണ് നമ്മുടെ ക്ലിനിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത ദിവസം അവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, പേഷ്യൻസിനെയൊക്കെ എവിടെ കിടത്തുന്നത്? ഇവിടെ പേഷ്യൻസിനെ ഒന്നും കിടത്തണ്ട, അത് പിന്നെ OP മാത്രമേ നോക്കുന്നത്, പേഷ്യൻറ്റിനൊക്കെ കിടത്താൻ അവിടെ ഹോസ്പിറ്റലിലുണ്ട്, അവിടെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, അന്ന് പല രീതിയിലുള്ള സഫറിങ്സ് ഉണ്ടായിട്ടുണ്ട്. കാര്യം പേഷ്യൻസിന്, ഡോക്ടേഴ്സിന് ഇരിക്കാനുള്ള ചെയറില്ല. അത് ആ ക്ലിനിക്കൽ സിസ്റ്റം അങ്ങനെയാണ്. ഒരു ചെയർ കാണും, അവിടെ പിന്നെ പേഷ്യൻസ് ഇരിക്കും, ഡോക്ടർമാർ നിന്ന് പരിശോധിക്കണം. പരിശോധിക്കുക മാത്രമല്ല, ഡോക്ടർമാർ തന്നെ മരുന്ന് കൊടുക്കണം. പിന്നെ അതുകൂടാതെ തന്നെ പൈസ വാങ്ങിക്കണം. അതെല്ലാ കാര്യം, മരുന്നെല്ലാം എഴുതണം. ഒരു ഡയഗ്നോസിസ് എന്താണെന്ന് എഴുതി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മരുന്ന് എന്താണെന്ന് എഴുതണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പൈസ വാങ്ങിക്കണം. പിന്നെ പൈസ എല്ലാം എഴുതി വെച്ചിട്ട് വയ്ക്കണം. ഇങ്ങനൊരു രീതിയായിരുന്നു. അപ്പോൾ അത് വാസ്തവത്തിൽ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. കാര്യം ഞാനന്ന് ജനറൽ ഹോസ്പിറ്റലിൽ RMO ഒക്കെ ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അന്ന് എല്ലാവർക്കും ഒരു ഭയങ്കര അംബിഷനാണ്. ഗൾഫ് രാജ്യം എന്ന് പറയുമ്പം ഒരു ഡ്രീം വേൾഡാണ്. അപ്പോൾ ഈ ഡ്രീം വേൾഡിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഓർത്തത്, എൻ്റെ അമ്മ ഇത് പോലുള്ള അവസരങ്ങളിൽ എപ്പോഴും പറയും, മോനെ പ്രയാസപ്പെടാതെ ഒന്നും നിനക്ക് നേടാനൊക്കുകയില്ല. അപ്പോൾ ഇവിടുത്തെ ഡെസർട്ടിൽ കൂടെ നടക്കുന്ന കാലത്തും ഈ ഡെസർട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇമിഗ്രേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ അന്ന് ഓരോ കാര്യത്തിന് പോകണം. അത് ഡെസർട്ടിൽ കൂടെ ഒക്കെ നടന്നാണ് പോകുന്നത്. ഭയങ്കര ചൂടും ഭയങ്കര ഇതൊക്കെ അനുഭവിച്ചൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ അമ്മയുടെ ഈ കാര്യം ഓർക്കും. അമ്മ പറഞ്ഞതല്ലേ, പ്രയാസപ്പെടാതെ. അതൊരു ഭയങ്കര പോസിറ്റീവ്. അതിനേക്കാളും എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് ഇന്ന് ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. അത് ഞാനന്ന് ഇവിടെ ഉള്ളപ്പോഴും യൂസഫ് അലി ഇവിടെയുണ്ട്. അപ്പം ഞങ്ങൾ കൂടെ കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ ഒരു ക്ലിനിക്കിൽ നിന്ന് എന്നെ ക്യാൻസൽ ചെയ്തു, മറ്റൊരു ക്ലിനിക്ക് ചെയ്തു, എൻ്റെ പാസ്പോർട്ട് ചെയ്തു, എനിക്ക് 6 months നോൺ എൻട്രി അടിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂസഫ് അലി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഉയർന്നു പോകുന്നത് എന്നിങ്ങനെ ഒരു സന്ദേശം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ മനസ്സിലെപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നോർമലി ഞാൻ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനമാണ്. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോഴാണ് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻ്റർഫിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻ്റർഫിയർ. അപ്പോൾ ISCയിൽ, ഇവിടെ ISC ആണ് രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ. ആകെപ്പാടെ ഒരു ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് ഉള്ളത് അത് മാത്രമാണ്. അപ്പോൾ അവിടെ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ പോവുക, അവിടെ ഏത് വർഷമായിരുന്നു? അതൊക്കെ 90കളിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊരു ക്വാളിഫൈഡ് പേഴ്സൺ ആണല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് പ്രസിഡൻ്റ് ആകണം എന്നും പറഞ്ഞ്
അങ്ങനെ ഞാൻ പ്രസിഡൻ്റായി. ഞാൻ 2-3 പ്രാവശ്യം ISC പ്രസിഡൻ്റായിരുന്നു പല സമയത്തൊക്കെ. ഇവൻ 2001 ഞാൻ പ്രസിഡൻ്റായിരിക്കാലാണ് അച്ചുമാമ ഇവിടെ വരുന്നത്, വിസിറ്റിന് വരുന്നത്. അപ്പം ഞാൻ അച്ചുമാമയുടെ അടുക്ക ഒരു കാര്യം പറഞ്ഞ് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തിരുമുണ്ട്. ISC പ്രസിഡൻ്റാണ് ഞാൻ. അദ്ദേഹം ബുക്കിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. പറഞ്ഞ് സാറ് കാണുന്നതൊന്നുമല്ല ഈ ഗൾഫ് രാജ്യം എന്ന് പറയുന്നത്. ഈ ഗൾഫ് രാജ്യം എന്ന് പറയുന്നത് സാറിപ്പം വരുമ്പോൾ നല്ല റെഡ് കാർപ്പറ്റ് റിസപ്ഷനും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഒരുപാട് പേര് കൂടി നിന്ന് ഉള്ള സ്വീകരണങ്ങളും ഒക്കെ ഉണ്ട്. സാറ് ഗൾഫെന്ന് കാണണമെങ്കിൽ ഇവിടുന്ന് ഒരു ശകലം നമ്മൾ ദൂരെ നടക്കണം, കാല് പൊള്ളണം. അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് ലേബർ ക്യാമ്പ് എന്നും പറഞ്ഞ് കുറേ സ്ഥലങ്ങളുണ്ട്. ലേബർ ക്യാമ്പുകൾ കണ്ടെങ്കിൽ മാത്രമേ റിയൽ ഗൾഫുകാരുടെ ജീവിതം മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ചിരിച്ചുകൊണ്ട് കയറുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഇവിടുന്ന് സാധാരണ ആളുകൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വളരെ അംബിഷനോട് കൂടിയാണ് വരുന്നത്. അവർ ചിലപ്പോഴേ ഈ അറബ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ അവരെ പറ്റി ഒരു വിവരം കിട്ടത്തില്ല. പിന്നെ ഒരു സ്ഥിതിയിൽ അവരെ ഒളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഡെഡ് ബോഡി ആയിരിക്കും കൊണ്ടുവരുന്നത്. എല്ലാവരും ഈ ഒഫീഷ്യൽ എംബസിയായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ISC ആയിട്ട് ഞങ്ങളെപ്പോഴും കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അതുവഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. സാർ അതിനൊരു കാര്യം ചെയ്യണം, ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവർ ഓരോ ആളുകളും ഇവിടേക്ക് വരുമ്പോൾ ഒരു ഇൻഷുറൻസ് സ്കീം അവർക്ക് എടുത്തു കൊടുക്കണം. കാര്യം അവർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് പറഞ്ഞാലും ചെയ്യും, പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞാൽ അവരൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് അവിടുന്ന് കയറുമ്പോഴത്തേക്ക് എന്താ വേണം, ഇൻഷുറൻസ് വേണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. അദ്ദേഹം ഇതെല്ലാം കേട്ട് ഇരുന്നു. ലേബർ ക്യാമ്പ് ആക്ച്വലി നിങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കാണും. നമ്മുടെ ഒരു ഫിലിമുണ്ടല്ലോ, ഏതാണ് ഫിലിമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് ലേബർ ക്യാമ്പും അത് ആക്ച്വലി ഞങ്ങളൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. ഞങ്ങൾ പിന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കുമ്പോൾ ചില പേഷ്യൻസ് 2-3 കട്ടിലുകൾ ഒന്നിന് മേലിലൊന്നായിട്ടും അതിനകത്തുനിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളവും അതിൻ്റെ ചാലുകളും അതിനകത്ത് കൂടെ അഴുക്ക് വെള്ളവും അതിനകത്ത് കൊതുകും ഇങ്ങനെയൊക്കെ. ഇവിടെ സാധാരണ കൊതുകൊന്നുമില്ല ഈ രാജ്യത്ത്, അങ്ങനെ കൊതുകിൻ്റെ വലിയ ശല്യമൊന്നുമില്ല. അപ്പം പക്ഷെ നമ്മൾ ആ വൃത്തിഹീനമായ സാഹചര്യത്തിൽ അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പിന്നെ ലേബർ ലാ വന്നു ഇവിടെ. ലേബർ ലാ വന്ന് ഞാൻ ഈ രാജ്യത്തിൻ്റെ പെട്ടെന്നുണ്ടായ ഒരു പുരോഗമനമാണ് പറയുന്നത്. ലേബർ ലാ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ലേബർ ക്യാമ്പിൽ ഇപ്പോൾ ഒരാൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നവർക്ക് സൗകര്യങ്ങൾ, താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് നല്ല രീതിയിലുള്ള പാർപ്പിടം മാത്രമല്ല അവിടെ ബാക്കിയുള്ള സൗകര്യങ്ങൾ മുഴുക്കെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോഴേ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെന്ന് കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല ഇതൊരു ലേബർ ക്യാമ്പാണെന്നോ ഒക്കെ തോന്നത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്, ഡെവലപ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ രാജ്യത്ത് പിന്നെ കണ്ടത് എനിക്ക് എപ്പോഴും ചിരി വരുമെന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മേളിൽ പേഷ്യൻസ് വരും. ഒട്ടകത്തിൻ്റെ മേളിൽ പേഷ്യൻസ് വന്നിട്ട് എൻ്റെ അടുക്ക പറയും, അത് അവർക്ക് ചികിത്സ കൊടുക്കും. അപ്പോൾ എൻ്റെ അടുക്ക പറയും, എൻ്റെ ഒട്ടകത്തിന് പനിയും മൂക്കളയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നീ അതിന് മരുന്ന് കൊടുക്കണം. അപ്പം ഞാൻ പറയാം അത് അയ്വാനത്തിൻ്റെ ഡോക്ടറുടെ എന്ന് വെച്ചാൽ മൃഗ ഡോക്ടറുടെ പോകണം. ഞാനതൊന്നും എനിക്കറിയത്തില്ല, അതൊന്നുമില്ല, എനിക്ക് ചികിത്സിക്കാൻ നിനക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് ഒട്ടകത്തിന് ചികിത്സിച്ചൂടാ എന്ന് പറയും. അപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറേ മരുന്നുകളൊക്കെ കൊടുക്കും. മരുന്നുകളൊക്കെ കൊടുക്കുന്നത് പിന്നെ കുറേ ഗുളികളെല്ലാം ഒരു കണക്കനുസരിച്ച് ഇത്രയും വലിയ വെയിറ്റ് ഉള്ളതല്ലേ, ഇതെല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ മരുന്നൊക്കെ ആയിട്ട് നീ പറയാമേ ഇതെല്ലാം ഇടിച്ച് പൊടിച്ച് നീ അതിന് എന്തെങ്കിലും കൊടുക്ക്. അവസാനം 2 ദിവസമൊക്കെ കഴിഞ്ഞ് പറയാം, നിൻ്റെ ഒട്ടകത്തിൻ്റെ നിൻ്റെ മരുന്ന് കൊടുത്ത ഉടനെ തന്നെ സൂക്കേടെല്ലാം തീർന്ന്. അപ്പം നീ ഒട്ടകത്തിന് ചികിത്സിക്കാനറിയാം. അതിനേക്കാളിലും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാര്യം, ഒരു ഒട്ടകത്തിൻ്റെ ഡെലിവറി എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ. അത് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് കിടന്ന് അലർന്ന് അമർച്ച കേൾക്കാം ഈ ഒട്ടകത്തിൻ്റെ കരച്ചിൽ. ഞാൻ പറഞ്ഞത് എന്തോന്നറിയത്തില്ല, അതിനെന്തോ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുറേ രാത്രി
12-1 മണിയൊക്കെ അപ്പം 1-2 അറബ്സ് എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞ് ഇങ്ങനെ ഒട്ടകത്തിന് സാധാരണ വരുന്ന പോലെ ഡെലിവറി നടക്കുന്നില്ല, നീ ഡോക്ടറല്ലേ, നീ ആളുകളെയൊക്കെ ചികിത്സിക്കുന്നതല്ലേ, നീ വന്നൊന്ന് നോക്കണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും ഞാൻ നോക്കുന്നതല്ല, അതൊക്കെ പിന്നെ ഈ ഇതിനുള്ള ഡോക്ടർമാരുണ്ട്, അവരെയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവരാരും ഇല്ല ഇവിടെ, ആരാണ്ട് ഒരാളുള്ളത് നാട്ടിൽ പോയി, പിന്നെ വേറെ ആരും ഇല്ല, നീ വന്ന് നോക്കണമെന്ന് പറഞ്ഞ് കമ്പൽസറി ആയിട്ട് അവന്മാരെ നിൽക്കുക. അങ്ങനെ ഞങ്ങളുടെ പിന്നെ കാലത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 62 മുതൽ 68 കാലഘട്ടമാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. 68 കാലഘട്ടങ്ങളിലൊക്കെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, എല്ലാവരും എല്ലാം നോക്കണം. ഞാനിപ്പം സർജനായിട്ട് ഞാൻ സ്പെഷ്യലിസ്റ്റ് സർജനാണെങ്കിലും ക്ലിനിക്കിലെ പീഡിയാട്രിക്സ് വന്നാലും ഡെലിവറി വന്നാലും എല്ലാം നമ്മൾ ചെയ്യണം, ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ പ്രൈമറി ഹെൽത്തിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, തൃക്കുന്നപ്പുഴയെന്നും പറയുന്ന സ്ഥലത്ത് അവിടെയൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് അതിന് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച് ഇങ്ങനെ എന്തായാലും പോയി നോക്കാം, ഇവർ പറയുന്നതല്ലേ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് മുൻവശത്തെ ഒരു കാല് മാത്രമേ അത് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ബെൻഡ് ചെയ്തിരിക്കുകയായിരിക്കും, ഹെഡ് വരുന്നതില്ല. സാധാരണ ഇത് കാലിങ്ങനെ പുറത്തോട്ട് വന്നിട്ട് അതിൻ്റെ തലയുടെ ഇതും കൂടെ വരും, അങ്ങനെയാണ് പെട്ടെന്ന് ഡെലിവറി വരുന്നത്. ഞാൻ വിചാരിച്ചത് ബെൻഡ് ചെയ്ത് വരുന്നത് ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആണല്ലോ ഇത്. നമ്മൾ സാധാരണ ഒബ്സ്ട്രക്റ്റഡ് ലേബറിന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു ഗ്ലൗസൊക്കെ വാങ്ങിച്ചു. ഗ്ലൗസ് ഒന്നും നിൽക്കത്തില്ല, കാര്യം കൈയുടെ മുഴുക്ക പാവ് അങ്ങകത്ത് ഒട്ടകമല്ലേ. അകത്ത് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു കാല് ബെൻഡ് ചെയ്തിരിക്കുക മുകളിലോട്ട്, ഇതൊരു കാല് മുമ്പോട്ടും വേറൊരു കാല് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ വന്നിട്ട് ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണത്. അതുകൊണ്ട് ഹെഡ് മുകളിലോട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനത് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, കാര്യം കോൺട്രാക്ഷൻ വരാത്ത സമയത്ത് വേണം എടുക്കേണ്ടത്, യൂട്രസ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് വേണം. അതൊക്കെ പിന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പതുക്കെ ആ കാലെടുത്ത്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ തല ഒരു വശത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ കൈയിട്ട് ആ കഴുത്ത് പിടിച്ച് നേരെയാക്കി അത് നേരെ വന്നു കഴിഞ്ഞാൽ ഡെലിവറി നടക്കും. അങ്ങനെ ഡെലിവറി എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട്. അത് ആ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഇനി എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഈ ഒട്ടകത്തിൻ്റെ മേളിൽ വരുന്ന രോഗികൾ വളരെ പെട്ടെന്ന് തന്നെ മെഴ്സിഡീസിലും BMW ഒക്കെയാണ് വരുന്നത്. അത്ര ചേഞ്ചാണ് സഡനായിട്ട് വന്നേക്കുന്നത്. ആൾമോസ്റ്റ് അബൌട്ട് 10-15 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ അങ്ങ് വളരെ ഡിഫറൻ്റായി. ഒട്ടകത്തിലൊന്നും ആളുകൾ വരാറില്ല സാധാരണ. അപ്പോൾ എല്ലാവരും വന്ന് കാറും മെഴ്സിഡീസും മറ്റേതും മറിച്ചതും, അങ്ങനെ ഒരു സഡനായിട്ടുള്ള ഒരു ചേഞ്ച് അതും നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി ആദ്യകാലത്തൊക്കെ ഇങ്ങനെ ഒരു വീട്ടിനകത്തിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വിദൂരതയിൽ ഇങ്ങനെ ഒരു മോർണിംഗ് സൗണ്ട് പോലെ ഇങ്ങനെ കാറ്റടിക്കുന്നതും, അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം വന്ന് റോഡുകളൊക്കെ പണിഞ്ഞു. അത് വളരെ നമ്മുടെ നാട്ടിനേക്കാളും ഇവിടെ വളരെ ഫാസ്റ്റായിരുന്നു. കാര്യം ഇവിടെ ചില കെട്ടിടങ്ങൾ ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ, ഞങ്ങൾ പോകുന്ന വഴിയിലായിരിക്കും കെട്ടിടം, ഈ അലാവുദ്ദീനും അത്ഭുത വിളക്ക് എന്നൊക്കെ പറയത്തില്ല, അതിനകത്ത് നമ്മളിങ്ങനെ ഈ കെട്ടിടങ്ങൾ പറയുമ്പം ചടപടപടപടപടപടയെന്നും പറയും ഇങ്ങനെ വരുന്ന പോലെ കാണും. അതുപോലെ കാണുമായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും അത്രയും പ്രോഗ്രസ്. അത് ആക്ച്വലി ഈ നാട്ടിലെ പിന്നെ അറബ്സിന് ഭയങ്കര സ്നേഹമാണ്. ദക്തോർമാൽ ഹിന്ദ് എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഹിന്ദ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പറയുന്നതാണ്. അപ്പം ഇന്ത്യയിലുള്ള ഡോക്ടർമാർക്കാണ് ശരിക്ക് ചികിത്സ അറിയാം. ഇവിടെ എല്ലാവരും ഉണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്, പിന്നെ സിറിയൻസ് ഉണ്ട്, ഒരുപാട് കൺട്രീസിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഇന്ത്യൻസിനോട് അവർക്കൊരു വലിയ താല്പര്യമാണ്. പിന്നെ നമുക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവനിപ്പം ചുമയും പനിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ പറയും എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഒരു ചൊറിയുണ്ട്, ഇങ്ങനെ ചൊറിച്ചിൽ എനിക്കുണ്ട് സാറേ, അതിന് എന്തെങ്കിലും ചികിത്സ വേണമെന്ന് പറയും. അപ്പം നമ്മളത് ചെയ്യും. അന്നേരം പറയും എൻ്റെ ഈ മുട്ടിന് താഴെ ഇങ്ങനെ ഒരു നീര് പോലെ വരുന്നുണ്ട്, എനിക്ക് നടക്കുന്നതിനൊരു പ്രയാസമുണ്ട്. അപ്പം നമ്മൾ ഇതിനെല്ലാത്തിനും ചികിത്സ കൊടുക്കും. പക്ഷേ ഇവിടെ വേറെ പിന്നെ ഉള്ള സ്പെഷ്യാലിറ്റി വന്നതിന് ശേഷം ഇപ്പോൾ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ പറയും സ്കിൻ സ്പെഷ്യലിസ്റ്റൊക്കെ പോകണമെന്ന് പറയും. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറയും മുട്ടിന് ഇവിടെ വേദനയെന്ന് പറഞ്ഞാൽ പറയും അത് ഓർത്തോപീഡീഷ്യൻ്റെ അടുക്ക പോകണം.
അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാ പേഷ്യൻസിനെയും നോക്കും, അവർക്ക് ചികിത്സ കൊടുക്കും. അതുകൊണ്ട് എനിക്ക് ഒരു വലിയ റെപ്യൂട്ടേഷനാണ്. ഈവൻ പാകിസ്ഥാനി പേഷ്യൻസിന് വരെ പറയുന്നത് നിൻ്റെ കൈക്ക് ശിഫയുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് അവരുടെ ദേഹത്തേക്ക് വരിക, നിൻ്റെ കൈ എടുത്ത് തലയിലോട്ട് തൊട്ടിട്ട് പറയും നിൻ്റെ ഷിഫ എനിക്ക് കിട്ടട്ടെ. അങ്ങനെയാണ് ആ ഒരു ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് അത് നമ്മൾ പേഷ്യൻസിന് കൊടുക്കണം. അത് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരാർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. കാര്യം നമ്മളൊരു പേഷ്യൻറ്റിനെ വരുമ്പോഴത്തേക്ക് ആ രോഗിയുടെ ജീവിതശൈലി ആദ്യം നോക്കണം. എ സ്മെൽ ഓഫ് എ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ അടുത്ത് വന്നിരിക്കുമ്പോൾ അവൻ്റെ ഒരു മണമുണ്ട്. അത് അനുഭവിക്കുമ്പോൾ എനിക്കറിയാം ഇവൻ്റെ ജീവിതശൈലി ഏതാണെന്ന്. ആ രീതി മനസ്സിലാക്കണം. നമ്മൾ ഒരു ടെസ്റ്റ് എഴുതണം. ആക്ച്വലി ഞങ്ങളൊക്കെ പണ്ട് ക്ലിനിക്കൽ അസസ്മെൻ്റാണ്. നമ്മൾ പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊന്നുമില്ല. അന്ന് ഈ ഇതൊന്നും ഇല്ലല്ലോ, മറ്റേ ഇവിടെ ടെസ്റ്റുകളൊന്നും വലിയ ഇതായിട്ടൊന്നുമില്ല. അൾട്രാസൗണ്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലല്ലേ. അപ്പം നമ്മൾ അന്ന് ആകെപ്പാടെ ഉള്ളൊരു എക്സ്റേ ആണ്. എക്സ്റേ നോക്കിയിട്ട് മനസ്സിലാക്കാവുന്ന സുഖക്കേടുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യൻ്റ് നോക്കുമ്പോൾ ഒരുമാതിരി മനസ്സിലാകും അവനിതിന് ഈ അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ. അൺനെസറി ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ എഴുതി കൊടുക്കരുത്. അപ്പോൾ നമുക്കറിയാം ഇന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവർ പാവപ്പെട്ട ഒരാളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ചികിത്സയ്ക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെങ്കിൽ പ്രയാസപ്പെട്ട് അത് ചെയ്യാൻ വെക്കും. അതേ സ്ഥലത്ത് നമ്മളിവിടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്ന പോലെയാണ്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഇത്രയും ടെസ്റ്റുകൾ ഇങ്ങനെ അങ്ങ് എഴുതി വരും. ഇതെല്ലാം കൂടെ അവൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ഇവനാകെപ്പാടെ ഇത് ലാബിൽ പോയി ചോദിക്കുമ്പോഴത്തേക്ക് അതിന് എത്ര 500, 700, 1000 രൂപയൊക്കെ കൂടുതലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്ക വന്ന് കരച്ചിൽ തുടങ്ങും. സാറേ എൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല പൈസ, ഞാൻ ഗരീബ് ആത്മീയാണ്. അപ്പോൾ നോർമലി അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാമല്ലോ അവൻ്റെ ജീവിതശൈലി അറിയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഈ പേഷ്യൻസിൻ്റെ അടുക്ക ഒരുത്തന്നെ ഇവിടെ വന്നിരുന്ന് വെച്ചാൽ അവൻ പറഞ്ഞ് ഞാൻ ഒരു ഡെസർട്ടിലാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ സ്കിന്നിലൊക്കെ ഭയങ്കര റാഷസ് കണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് ഷോക്ക് വന്നിട്ടുള്ള റാഷസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എങ്ങനെയാണ് കിടക്കുന്നത്, നിനക്ക് അവിടെ AC ഒന്നുമില്ല? ഇല്ല, എനിക്ക് AC ഒന്നുമില്ല. പിന്നെ നീ ഇത്രയും ചൂടത്ത് ഇത് എങ്ങനെ കിടക്കുന്നത്? അന്നേരം പറഞ്ഞത് ഞാൻ താഴെ ഒരു ബ്ലാങ്കറ്റ് മുഴുക്ക വെള്ളം എടുത്തൊഴിച്ച് അതിൻ്റെ മേളിലൊരു ബ്ലാങ്കറ്റ്, അതിൻ്റെ മേളിൽ മുഴുക്ക വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് അത് ഉണങ്ങുന്നതനുസരിച്ച് ഇങ്ങനെ വെള്ളം അതിൻ്റെ മേളിൽ ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കിടക്കുന്നതെന്ന്. എനിക്കത് കേട്ടപ്പം ഭയങ്കര വിഷമം തോന്നി. ഇപ്പോൾ എത്ര 21-ാം നൂറ്റാണ്ടെന്ന് 20-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഡെസർട്ടിലൊക്കെ സഫർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ ഈ സിസ്റ്ററുടെയൊക്കെ പറയും, അവിടെ സ്റ്റാഫിൻ്റെ അടുക്കൊക്കെ പറയും, സാർ സിസ്റ്ററെ ഈ പേഷ്യൻസൊക്കെ അവരുടെ സ്വെറ്റ് ആൻഡ് എനർജി കൊണ്ടുവരുന്ന പൈസയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം അവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതും. ചിലപ്പോൾ അവർ ചൂടാകുകയും വഴക്കുണ്ടാകുകയൊക്കെ ചെയ്ത് എന്നാലും നമ്മൾ ക്വയറ്റായിട്ട് അങ്ങനെ ചെയ്യും. അപ്പം ഈ ഒരു കോൺഫിഡൻസും നമ്മൾ സ്നേഹം കൊടുക്കണം. അവൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അവനൊരു കോൺഫിഡൻസ് എന്ന്, ആത്മവിശ്വാസം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് വെച്ചാൽ നിങ്ങൾ പരിശോധിച്ച് മരുന്ന് എഴുതുമ്പോൾ അവന് പൂർണ്ണമായിട്ടൊരു വിശ്വാസം വരണം, ഈ ഡോക്ടറാണ് എൻ്റെ സുഖക്കേട് മനസ്സിലാക്കിയത്. ഇത് കാരണം ഈ ഒരു കെട്ട് മരുന്നുമായിട്ട് വരും. ചിലപ്പോൾ ഒരു വലിയ കീസിനകത്ത് നിറച്ച് മരുന്നുമായിട്ട് വന്ന് വെച്ച് പറയും ഈ മരുന്നുകളെല്ലാം ഇവിടെ ഞാൻ ചികിത്സിച്ചതാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞ് ഇന്ന പോലെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ്, അങ്ങനെ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പം മെയിൻലി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ താമസിക്കുന്നവർ ഈ ഫാമിലി ഒന്നും ഇല്ലാതാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ലോൺലിനെസ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഈ മരുന്ന് എഴുതുമ്പോഴത്തേക്ക് അതെല്ലാം മനസ്സിലാക്കി വേണം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവനെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഒരുപാട് മരുന്നുകൾ അവന് കൊടുക്കേണ്ട മരുന്നുകളുണ്ട്. അപ്പോൾ ഞാനതെല്ലാം മാറ്റിയിട്ട് അത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും നെയ്യും ഫൈദ നെയ്യും മിലേക ഓ ദവ മുച്ച നെയ്യും മാലു എന്നൊക്കെ പറയും. അപ്പോൾ ഞാനുടനെ അതിനകത്ത്
ഈ ട്രേഡ് നെയിംസ് ഒക്കെ ഉണ്ടല്ലോ, കമ്പനിക്കാരുടെ പേരുകളൊക്കെ ഉണ്ടല്ലോ, മാറ്റിയൊക്കെ എഴുതി ഒരു ട്രീറ്റ്മെൻറ്റിനുള്ളൊരു മരുന്ന് കൊടുക്കും. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് അവൻ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വേറൊരു പേഷ്യനെ കൂടെ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് പറയും, ഈ ആപ്കാ ദവ കിतना अच्छा है, एक दफ़ा खाएगा, ഈ ഒരു പ്രാവശ്യം കഴിച്ചപ്പോഴത്തേക്ക് മേരാ ആധാ ബീമാരി കലാസ് ഹുവാ, 2 दफ़ा खाएगा तो मेरा पूरा बीमारी खलास है. അപ്പം ഞാൻ മനസ്സ് വിചാരിക്കുന്നത് ആ ഒരു ഫെയ്ത്താണ്. അവന് ഫെയ്ത്തുണ്ട്, ഞാൻ ചികിത്സിച്ചാൽ അവന് ആ ഒരു ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് എല്ലാ ഡോക്ടർമാരും ഉണ്ടാക്കണം. നമ്മൾ ഈ റിമോട്ട് കൺട്രോളിൽ വെച്ചിട്ട് ഇവിടെ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്, ഒരു സ്കാനിങ് എഴുതി കൊടുത്ത്, ഉടനെ അൾട്രാസൗണ്ട് എഴുതി കൊടുത്ത്, പിന്നെ ഉടനെ തന്നെ കുറേ ഇൻവെസ്റ്റിഗേഷനെല്ലാം എഴുതി കൊടുത്ത് ഇതെല്ലാം റിപ്പോർട്ട് വന്നും പറഞ്ഞുകൊണ്ട് പോകും. ഈ ടച്ച്, ദിസ് ഈസ് എ ഡിവൈൻ ടച്ച്. ഈ ഒരു ശരീരത്തൊരു പേഷ്യൻ്റെ ദേഹത്ത് തൊട്ടുകൊണ്ട് വിഷമിക്കണ്ട, നിൻ്റെ സൂക്കേടെല്ലാം ഞാൻ നോക്കി പരിശോധിച്ചിട്ട് നിനക്ക് മരുന്ന് തരാം, നീ വിഷമിക്കണ്ട എന്ന് പറയുന്ന കിട്ടുന്ന ഒരു ടച്ച്, ദാറ്റ് ഇസ് എ ഡിവൈൻ ടച്ച്. ആ ഒരു ഡിവൈൻ ടച്ച് പേഷ്യൻസിന് കിട്ടാമെങ്കിൽ അവന് ഒരു വലിയ വിശ്വാസം വരും. ആശ്വാസം ഉണ്ടാകുകയും വിശ്വാസം ഉണ്ടാകുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസാണ്. ഞാനിപ്പോൾ 50, 57, 58, 60 വർഷത്തോളം സർവീസിൽ ഇരുന്ന എക്സ്പീരിയൻസൊക്കെ ഉണ്ട്. അവിടെ 15 വർഷം ഞാൻ ഇരുന്നിട്ടാണ് ഇവിടെ വരുന്നത്.